കാസർഗോഡ് അനന്തപുരം പ്ലൈവുഡ് ഫാക്ടറിയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു. അസം സ്വദേശി നജീറുൽ അലിയാണ് മരിച്ചത്. ചൂട് കൂടിയതിനാൽ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ പരുക്കേറ്റ 8 പേർ ചികിത്സയിലാണ്. തീ പൂർണ്ണമായും അണച്ചുവെന്നും ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നും ഫയർഫോഴ്സ് അറിയിച്ചിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാസർഗോഡ് അനന്തപുരത്തെ പ്ലൈവുഡ് ഫാക്ടറിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു ഈ അപകടം. ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് എന്നാണ് ഈ പ്ലൈവുഡ് ഫാക്ടറിയുടെ പേര്. ബോയിലറാണ് പൊട്ടിത്തെറിച്ചത്. 300ഓളം ആളുകൾ പണിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. ആ സമയത്ത് ഈ കമ്പനിയിൽ 100 പേരാണ് ഉണ്ടായത്. ഈ ഒരു ബോയിലർ പൊട്ടിത്തെറിച്ച ആ സ്ഥലത്ത് 3 പേർ മാത്രമായിരുന്നു ഉണ്ടായത്. അത് അപകടത്തിൻ്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്. ആകെ 8 പേർക്ക് പരുക്കേറ്റിട്ടുണ്ട്. അതിൽ 6 പേരെ മംഗലാപുരത്തെ ഏനപ്പായ ആശുപത്രിയിലും 2 പേരെ കുമ്പളയിലെ സ്വകാര്യ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഒരു മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അസം സ്വദേശി നജ്റുള്ളാണ് മരിച്ചത്. बॉयलर जो है ना वो ब्लास्टिंग हो गया. शाम को इस टाइम में 100 आदमी होगा. हाँ, पूरा कंपनी में 100 आदमी होगा. ब्लास्ट हो गया. തീ പൂർണ്ണമായും അണച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപകടം നടന്നത് ചൂട് കൂടിയതിനാലാണ് എന്നും പ്രാഥമികമായി പറയുന്നുണ്ട്. ചൂട് കൂടിയതിനാൽ ബോയിലർ പൊട്ടിത്തെറിച്ചതാകാമെന്നാണ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ വ്യക്തമാക്കിയത്. തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. അപകട സ്ഥലത്ത് ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് ലാസ്റ്റ് അവസാന ഘട്ടത്തിലേക്കായി. നിലവിൽ ആരും അതില്ല. മാത്രമല്ല നമ്മളതിൻ്റെ മാനേജറെ വിളിച്ച് മൊത്തം എത്ര ആൾക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ചോദിച്ച് എണ്ണം ഉറപ്പുവരുത്തി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെ നമ്മൾ നോക്കി ബാക്കിയുള്ള ഇവിടെ ഉള്ളവരെ കൺഫേം ചെയ്ത് ആരും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഫാക്ടറീസ് ആൻഡ് ബോയിൽ വകുപ്പിനോട് അന്വേഷിച്ച റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖറിന്റെ നിർദ്ദേശത്തിൽ പറയുന്നത്. ഉഗ്രസ്ഫോടനമാണ് സംഭവ സ്ഥലത്തുണ്ടായതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നുൾപ്പെടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് 5 കിലോമീറ്റർ അകലെയുള്ള വീടുകൾക്ക് പോലും കേടുപാടുകളുണ്ടായി. ജനൽ ചില്ലുകളൊക്കെ പൊട്ടിത്തകരുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇതിനകത്ത് ഈ ഫാക്ടറിക്കകത്ത് ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ല. 8 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരു മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.